സുബു സുബു എന്താ ഞാനുള്ളോട് വഴക്കേടാ. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയെന്ന്. എന്താ നിന്റെ പ്രശ്നം എന്താ? ഒരുത്തവന് ഇച്ചിരി കടം കൊടുക്കാണ്ടായിരുന്നു പൈസ. അയാൾ വിളിച്ച് ഭയങ്കര തെരുവടിയൊക്കെ ആയിരുന്നു. എടാ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എടാ നിന്നെ വിശ്വസിച്ചാണോ അവളിവിടെ വന്നിരിക്കുന്നത്? നിന്നെ വിശ്വസിച്ചാണോ അവൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്? അവളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നീ വേണ്ട സാധിച്ചു കൊടുക്കാൻ. നീ നിന്റെ സന്തോഷം മാത്രം നോക്കരുത്. എടാ എനിക്ക് എന്തോ സന്തോഷമുള്ളത്, എന്തോ സന്തോഷമുള്ളത്. എടാ നമ്മളൊക്കെ ഇങ്ങനെയാണ്. നമ്മളെ വിശ്വസിച്ച് ഒരാൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് സന്തോഷം കൊടുക്കണം. ഞാൻ ആ സമയത്ത് ടെൻഷനിലിരിക്കായിരുന്നു. അപ്പോഴായിരുന്നു അവൾ വന്നത്. ഞാനത് ഒത്തിരി ദേഷ്യപ്പെടുകയും ചെയ്തു അവളോട്. മനസ്സിലായി, അവൾക്കത് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ട്. മുറിവിൻ്റെ കൂടെ ഉപ്പ് തേച്ചെന്ന് പറഞ്ഞ പോലെ ആ സമയത്ത് ആ മുത്തു. നീ എന്നെ പറ്റിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഞാൻ നിന്നെ പറ്റിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 1000 ഇരട്ടി നീ അവളെ പറ്റിക്കുന്നുണ്ട്. ഇങ്ങനെ പറ്റിച്ചും വെട്ടിച്ചും പോയിട്ട് കാര്യമുണ്ട്. ദാമ്പത്യമാകുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യണം. അവളൊരു ചെറിയ കാര്യമല്ലേ ചോദിച്ചുള്ളൂ. ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകണം, അത് കൊണ്ടുപോകണം. ഹാപ്പി ആവട്ടെ, നീ നോക്കണ്ട. അവളെ ഒരു ചെറിയ കാര്യമല്ലേ പറഞ്ഞുള്ളൂ, ആ സിനിമയ്ക്ക് കൊണ്ടുപോകണം. പിന്നെ ഞാൻ നമ്മുടെ കാര്യം എന്ന് പറയാൻ അറിയാമല്ലോ. ഞാൻ കല്യാണം കഴിക്കാത്ത വേറൊന്നുമല്ല, എൻ്റെ അരച്ചാൻ വയറിന് വേണ്ടിയിട്ട് തന്നെ ഓടിയിട്ട് ഞാൻ എത്തുന്നില്ല. ചില ആൾക്കാർ പറയുന്നത് എനിക്ക് പെണ്ണ് കിട്ടാഞ്ഞിട്ടാന്ന്. അത് പോട്ടെ. എന്താ നിന്റെ തീരുമാനം? ഞാനത് ശരിയാക്കണം. നീ എന്തോ ഒരു സന്തോഷമില്ലാത്ത പോലെ. ഞാൻ അവിടെ സംസാരിക്കടാ, എൻ്റെ തെറ്റാ. ഞാൻ സംസാരിച്ചോളാം. അല്ല എടാ നീ ഇതൊരു ബാധ്യത പോലെ കാണണ്ട. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം കാര്യങ്ങൾ. സത്യം എൻ്റെ തെറ്റാ, ഞാൻ സംസാരിച്ചു. ഒരു കാര്യം ചെയ്യും, അവളിപ്പോൾ നല്ല മൂഡ് ഓഫാ. നീ ചെന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവളെ ഒന്ന് സമാധാനിപ്പിച്ച് ഒന്ന് ആശ്വസിപ്പിച്ച് ഇത് അല്ലെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടണോ? വേണ്ട, ഞാൻ പോയി സംസാരിച്ചോളാം. എന്നാൽ ഞാനിനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല കേട്ടോ. എൻ്റെ അടുത്തൊന്നല്ല, ആരുടെ അടുത്തും അവളെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കുറ്റം പറയാൻ നീ ഇടവരുത്തരുത് കേട്ടോ. ഓക്കെ അല്ലേ? ശരിടാ. എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് മാറിയേക്കും കേട്ടോ. ഓക്കെ. അവന് കൊടുക്കണം. ഇങ്ങോട്ട് വന്നേ, കൂട്ടുകാരനെ സമാധാനിപ്പിച്ച് വരികയായിരിക്കും. അല്ല ഞാനേ അവിടെ ഒരു കിണർ കുത്താൻ വേണ്ടി പോയതായിരുന്നു. നീ ആരടാ കിണർ കുത്ത? സുന്ദരക്കില്ലാടിയോ? എനിക്കിത് ചൊറിയുണ്ട്. അതെനിക്ക് ചൊറിയുണ്ട്. നീ എനിക്ക് ഓയിൽമെന്റ് വാങ്ങി തരും. നിന്റെ അവൻ്റെ അടുത്ത് പറഞ്ഞേക്കേ, അവന് പണി പശുവും പാല് കൊടുക്കുമെന്ന്. ഓഹോ, ഇവിടെ താൻ പണിയാൻ വേണ്ടി ചിന്തിച്ച് അത് തലച്ചോറിലേക്ക് എത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പേ തൻ്റെ തലയിൽ ഒരു വെടിയുണ്ട വന്നിരിക്കും. അതിന് പുളിക്ക് ഇവിടെ പുളിക്കാനായിട്ട് ഇത് താൻ ഉണ്ടാക്കിയ അവിയലൊന്നും അല്ല. ഞാൻ ഉണ്ടാക്കിയ അവല് നീ ഇങ്ങനെ എത്ര മാക്ക് നിന്നെ തിരിച്ചുണ്ടോണ്ടടാ. മാക്കുന്ന ചുളയാൻ എണ്ണി തന്നിട്ടല്ലേ? പിന്നെ ചുളയും കൊണ്ട് ഇനി തന്നിട്ടുണ്ടല്ലോ, അത് മതിയല്ല. എന്ത് എന്നതിനും വേണ്ടില്ല, അവനോടൊന്ന് കരുതി ഇരുന്നോളാൻ പറ. ഞാൻ വരുന്നുണ്ട് ഒരു വരുത്ത്. താൻ വന്നിട്ട് എന്നെ കാണിക്കാനാ? താൻ അടുക്കളയിൽ കടന്ന് ചിരക്കത്തല്ലേ ഉള്ളൂ. എടാ ഞാനിത് ചോദിച്ചില്ലെങ്കിലേ എൻ്റെ ശോഭനമോളെ കരയിപ്പിച്ചതിന് എൻ്റെ ഈ മീശയുടെ താഴെ ഞാൻ പഠിച്ചു കിടക്കും. എടാ താനിക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? താൻ എന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്ക്, എന്നിട്ട് സംസാരിക്കാൻ. പിന്നെ അന്വേഷിക്കാൻ നീ ആരാ? മറ്റേ ടോൾസ്റ്റോയ് അല്ലേ അന്വേഷിക്കാൻ? താനിവിടെ പുതിയ ആളായതുകൊണ്ട് താൻ അവിടെ ചോദിച്ചാൽ മതി. എവിടെ? അവിടെ ചോദിച്ചാലും അതൊക്കെ തന്നെ പറയത്തു. താൻ അറിഞ്ഞു കളിക്ക് കേട്ടാ. ഞാൻ അടുക്കളയിൽ പോയി കളിക്കുക, അല്ലാണ്ട് എന്റെ ഇങ്ങോട്ട് മെക്കിട്ട് കയറിക്കൊണ്ട് ഞാൻ കാണിച്ചോളാം. നീ പോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. താനെന്തിനീ അവളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അവനല്ലേ പെണ്ണ് കെട്ടിയിരിക്കുന്നത്, താനല്ലേ പെണ്ണ് കെട്ടിയത്. അവനറിയാം അവളെ നോക്കാൻ, മനസ്സിലായോ? എന്റെ ശോഭനമോടത്ത് കളിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ ഞാനുണ്ട്, ഞാൻ ചോദിക്കും. താൻ ചോദിക്കും, എന്തെങ്കിലും ഉണ്ടാക്കും. വലിയ പാടായല്ലേ ഇയാളെ ഈ നാമ്പേച്ചി. കഴിഞ്ഞു വാ, കഥയൊക്കെ പൂട്ടിയിട്ട് വാ. തിരിച്ചു വന്ന് ഇവിടെ തന്നെ താമസിക്കാനുള്ള നമുക്ക്. പിന്നെ കുറെ ചട്ടിങ്ങാലം ഉണ്ട്. ഒരു വർക്ക് ഈ ഡ്രസ് ഇട്ടോണ്ടാണോ വരുന്നത്? അതൊക്കെ മതി, തിയേറ്ററിലിട്ട് എല്ലാവരും കാണുന്നില്ല. ഇപ്പൊ തന്നെ വൈകി. പിന്നെ അവിടെ നിൽക്കി, അവിടെ ചെന്നിട്ട് എനിക്ക് ചിക്കൻ വേണം, പോപ്കോൺ വേണം, പെപ്സി വേണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി എൻ്റെ 10 രൂപയല്ലേ എടുക്കാം, കേട്ടല്ലോ? ഞാൻ ഒന്നും പറയില്ല. സിനിമ കാണാൻ പോണ തന്നെ ഭാഗ്യം. തിയേറ്ററാ, അവിടെ കുറെ അവന്മാർ വിസിലൊക്കെ അടിച്ചുകൊണ്ടിരിക്കും. അവന്മാരുടെ ഒപ്പം വിസിലടിക്കാനൊന്നും നിൽക്കല്ലേ. ഇല്ല, പല പൂവാലന്മാരും കാണും. ആരെയും നോക്കി ചിരിക്കുകയും കൈ കാണിക്കുകയും ഒന്നും ചെയ്യരുത്, കേട്ടല്ലോ? ഇതുകൊണ്ട് അവിടെ ഒരു മഞ്ഞ ബൾബ്. അത് നൻപനല്ലേ? നൻപാ എന്നെ പറ്റി ഷോ കാണല്ല.
ഞാനും ശോഭനും കൂടെ ചെറിയ വഴക്കാടാ. നന്നായി. അത് ബെസ്റ്റ്. ഹലോ, നീ ഇവനെ എന്നോട്ടാ കാണാൻ തുടങ്ങിയത്? അല്ല അതിനിപ്പോ എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. എന്നാ കാരണം? അവളെ ഒരു സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞായിരുന്നു. എടാ സിനിമയ്ക്കല്ലേ, ഒരു സിനിമയ്ക്കൊക്കെ കൊണ്ടുപോയ പ്രശ്നം തീരുമെങ്കിൽ അങ്ങ് കൊണ്ടുപോകണം. ഞാൻ അതിനും വലിയ പ്രശ്നത്തിലേക്ക് ഇവിടെ. എടാ എന്നാ നിന്റെ പ്രശ്നം? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറ, ഈ മുത്തണ്ണൻ തീരുമാനം ഉണ്ടാക്കി തരും. പിന്നെ എന്നാ പ്രശ്നം ഇല്ലാത്ത? എന്നാ ഒരു 15,000 രൂപ. 15,000. ഞാനൊരു 20,000 രൂപ നേരത്തെ നിനക്ക് തന്നായിരുന്നല്ലോ, അതും ചെയ്യും. 1996 25,000 രൂപ ഞാൻ കൊണ്ട്. 95 ആണേലും 96 ആണേലും പൈസ തന്നെയാ ആണേ. പെണ്ണിക്കുന്നുണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. മതിലിയാടിയ കൊടവന്മാർക്ക് പൈസ കൊടുത്ത ഞാനാണോ? ആ കാശ് കിട്ടണ്ട ആദ്യം. സമയമില്ലേ? സമയം നമുക്ക് പോവാം. എടാ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരു സംഭവമാണ്. നമ്മൾ വേണം അത് നോക്കിയും കണ്ടുമൊക്കെ ഡീൽ ചെയ്ത് പ്രശ്നമില്ലാതെ മുമ്പോട്ട് കൊണ്ടുവരും. അവക്കൊരു സിനിമയ്ക്ക് കൊണ്ടുപോയി അവിടെ പ്രശ്നം തീരുമെങ്കിൽ നീ ആ സിനിമയ്ക്ക് അങ്ങ് കൊണ്ടുപോകുന്നേ. ഞാൻ കണ്ടില്ല അതേപോലെ സിനിമയും കൊണ്ട് സിനിമയ്ക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പം ഞങ്ങൾ സമയമായി, ഞങ്ങൾ പോട്ടെ. കൊണ്ടുപോകാം സിനിമയ്ക്ക്, കൊണ്ടുപോകണം കേട്ടോ, മറക്കല്ലേ. പോയേക്കാം. ശരി എന്നാ. ഓക്കെ. സമയമായല്ലേ? ശോഭന ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു ശോഭന. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ സമയം നിനക്കറിയാലോ, ഞാൻ പടത്തിൻ്റെയൊക്കെ കാര്യങ്ങളും നടക്കുക, പ്രീ പ്രൊഡക്ഷൻ നടക്കുക, ചീഫ് അസോസിയേറ്റ് കടുവാന്നെ ഫോൺ പോലും എടുക്കുന്നില്ല. എന്നാലും ചീത്ത പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. അത് എൻ്റെ പറ്റി തെറ്റായിപ്പോയി. എൻ്റെ ഒരു ടെൻഷൻ ആ സമയത്ത് എനിക്കറിയില്ല. ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ്, ആളുകളൊന്നും സെറ്റായില്ല, പിന്നെ നളിനെയും കണ്ടുള്ള ന്യൂനതകൾ പാകതകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ടെൻഷനിലിരുന്നായിരുന്നു. പ്രീ തുടങ്ങി കഴിയുവാണെങ്കിൽ പിന്നെ വിഷയമില്ല. തുടങ്ങി കിട്ടണല്ലോ, നിനക്കറിയാലോ പ്രൊഡ്യൂസറെ കഷ്ടപ്പെട്ട് കിട്ടിയതാണ്. പിന്നെ എനിക്കാണെങ്കിൽ വേറെ ഇപ്പം നമ്മുടെ അസോസിയേറ്റ് കടുവല്ലാതെ വേറെ അവിടെ വെക്കാനും ഒക്കത്തില്ല. അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അമൽ നീരദിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്താണല്ലേ കടുവ. അതൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാലും ഞാൻ ചെറിയൊരു കാര്യമല്ലോ ചോദിച്ചു, അതിന് പൊട്ടിത്തെറിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായി. ഇനി അങ്ങനെ പറ്റത്തില്ല. അത് നമുക്ക് സിനിമയ്ക്ക് എത്ര പടത്തിന് പോകണം നിനക്ക്? നീ പറയാൻ എനിക്ക് എന്തൊക്കെ വേണം പറ. ഒരു മൂടില്ല. അങ്ങനെ പറയില്ല. പറ്റും. സോറി. ശരിക്കും സിനിമയ്ക്ക് പോകും. ഇനി എന്നോട് ഇങ്ങനെ ചൂടാവും? ഇല്ല. ഉറപ്പാണ്? ഉറപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. അതാരെങ്കിലും കേട്ടായിരുന്നെങ്കിലോ പുറത്ത് വെച്ച് അങ്ങനെ ചീത്ത പറയണേ? അത് വേറെ ഇപ്പൊ ആര് കേൾക്കാൻ? നമ്മുടെ മുത്തും മറ്റേ തള്ളേരി പെണ്ണുമ്പിളെ കാണത്തുള്ളൂ. അവരില്ലല്ലോ. ബാക്കി എല്ലാവരും സിനിമയ്ക്ക് പോയി. എനിക്കാണെങ്കിൽ അത് കേട്ടപ്പോ ഭയങ്കരമായിട്ട് കുത്തി. ബാക്കി എല്ലാരും ഫസ്റ്റ് ഷോയ്ക്ക് പോയി, നമ്മള് സെക്കൻഡ് ഷോയ്ക്ക് വന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. എന്നാലും ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കാര്യം പറഞ്ഞാൽ മതി. ഉറപ്പായിട്ട് നമ്മുടെ ചീഫ് അസോസിയേറ്റ് കടു എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം അവൻ്റെ തല്ലാക്കാലോ. പിന്നെ നമുക്ക് എന്നിട്ട് രക്ഷപ്പെടാം. പിന്നെ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഞാൻ പോയി റെഡി ആട്ടെ. മുളക് പൊടി പുല്ലില്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ കഥയൊക്കെ? എന്താണ് ഇവിടെ ഒരു സൗണ്ട് കേൾക്കണത്? താനിതൊക്കെ പൊട്ടിക്കുമോ ഇതെല്ലാം കൂടെ? താനാരോടോ? നീ ആരടാ പറയാൻ? ഇവിടെ പച്ചക്കറി പുല്ലൊന്നും ഇല്ലാതെ എന്ത് ഉണ്ടാക്കാനാടാ ഞാൻ? കുടിച്ചിട്ടുണ്ടോ? ആ കുടിച്ചിട്ടുണ്ടോ? ഇവിടെ താൻ കുടിച്ചു കിടക്കണ അലമുണ്ടാക്കാനാണോ എനിക്കിവിടെ കാശ് തരുന്നത്? പോടാ. ഞാൻ എൻ്റെ മോളെ വീട്ടിൽ പല എവിടെടാ നിന്റെ മറ്റേ സുപ്രു എവിടെടാ? താൻ തന്റെ വീട്ടിൽ ഇതുപോലെയാണ് കാണിക്കുന്നത്. എന്റെ മോളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ അലമാണ് താൻ കാണിക്കുന്നത്. ഇവിടെ താൻ പാചകം ചെയ്യാൻ പറഞ്ഞാണെ പാചകം ചെയ്യണം, കുടിക്കാനാണെങ്കിൽ പുറത്ത് പോയി കുടിക്കണം, അല്ലാണ്ട് ഇതിന്റെ അകത്ത് കിടന്ന് കുടിക്കാൻ. അവനെ വിളിക്കടാ. എന്റെ മോള് സിനിമയ്ക്ക് കൊണ്ടുപോകാതവൻ കരയിപ്പിച്ച് താനല്ലാതെ മഞ്ഞത്തവളെ അവന്റെ കളി എൻ്റെ അടുത്താണ്. നീ എന്താടാ എൻ്റെ മോളെ കരയിപ്പിച്ചത്? എടാ നീ വലിയ സംവിധായകൻ. എടാ ഇവിടെ എത്ര ലോഹിദാസ്, MT, എത്ര സംവിധായകരുണ്ട്. ഇവർക്കൊക്കെ കുടുംബമുണ്ട്. അവരൊക്കെ ഭാര്യമാരെ സിനിമയും കാണിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ട് നിനക്ക് മാത്രം ഒരു മൊട്ട. നിന്നെ ഞാൻ ശരിയാക്കുന്നു. എവിടെ നീ കുതിരയ്ക്ക് കൊടുക്കുന്ന സാധനം അടിച്ചേച്ച് വന്നത്? ആടുന്ന എന്തോടോ? തൊട്ട് കളിക്കരുത്. തൊട്ട് കളിച്ചാണ്ടല്ലോ എന്റെ അടുത്താ കളി. എടാ നിന്നെ കണ്ടല്ലോ ഒറ്റാട്ടിക്കണ്ടല്ലോ ശരിപ്പെടുത്തും. എടാ ഇവിടെ മഞ്ഞത്തവളെ, നിന്റെ വിചാരം എന്താടാ? നീ പറ. എടാ നീയൊക്കെ ഒരു സിനിമ സെറ്റ് കണ്ടിട്ടുണ്ടാ? എന്നെ കണ്ടുപിടിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്.
കമലഹാസൻ, രജനികാന്ത്, ഞാൻ നിന്നോളാം, ഞാൻ സ്റ്റഡിയാണ്. രജനികാന്ത്, മമ്മൂട്ടി, മോഹൻ, ഇവരൊക്കെ സെറ്റ് ഞാൻ കണ്ടിട്ടാ. എടാ നീയൊരു സെറ്റ് പോണിത്തറ. ഞാൻ ഇവരൊക്കെ സെറ്റ്, ഞാൻ എൻ്റെ കണ്ണ്. എടാ നീ ഇവരൊക്കെ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാന്നല്ലാതെ താൻ എവിടെയെങ്കിലും പോയി കിടക്ക്, തല്ല് വിട്ട് ചാവറ എങ്ങോട്ടെങ്കിലും പോ. സിനിമയ്ക്ക് പോണ്ട, ആരും പോകുന്നില്ല. പോടാ പോ, നിന്നൊക്കെ ഞാൻ എടുത്തോളാം. ഞാൻ തറവാടി ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. എൻ്റെ കളി എൻ്റെ അടുത്താണ്. എൻ്റെ കൊച്ചിനെ സിനിമയ്ക്ക് കൊണ്ടുപോകല്ലേ, അവളെ ഞാൻ കൊണ്ടുപോകും സിനിമയ്ക്ക്.